അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പച്ച മാങ്ങ വെച്ചിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ. ഒരു പുതിയ ഐറ്റമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമല്ലേ മാങ്ങ എന്ന് പറയുന്നത്. ചെറിയൊരു കാറ്റ് വീശിയാലടക്കം നമുക്ക് നമ്മുടെ മാവിൻ്റെ ചോട്ടിൽ അത്യാവശ്യം മാങ്ങ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ ഇതേപോലെ മാങ്ങ ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ഇതേപോലെ ഞാൻ കത്തി വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് ചെറുതായി ഒന്ന് വരഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ മാങ്ങയുടെ ഈ ഉള്ളിൽ നിന്ന് ഈ ഒരു പീസ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. കണ്ടല്ലോ, ഇതേപോലെ നമ്മളൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ മാങ്ങ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് തംബ്ലൈന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിത് ഡയറക്റ്റ് ഇതേപോലെ ചെയ്യാണ്ട് തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 2 വിസിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മാങ്ങയും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ മാങ്ങ ഇതേപോലെ എല്ലാം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിവിടെ 4 മാങ്ങ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 2 വിസിൽ വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ 2 വിസിൽ ആയതിന് ശേഷം നമ്മളിതാ കുക്കറൊക്കെ തുറന്ന് അതിൻ്റെ തൊലി നമ്മളിതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കും വിധത്തിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ മാങ്ങ വേവിച്ചെടുത്ത വെള്ളം ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നല്ലപോലെ വെന്ത് തണുത്തതിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മളിതിൻ്റെ തൊലിയൊന്നും കളഞ്ഞെടുക്കുന്നില്ല കേട്ടോ. തൊലിയൊക്കെ നമ്മൾ ജാറിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഞാനിതാ നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ മാങ്ങയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ഒരല്പം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇതാ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ മാങ്ങ വേവിച്ചെടുത്ത ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ഒരു തവി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മാങ്ങയുടെ ആ ഒരു അതിൽ നല്ല കാമ്പുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങയുടെ അണ്ടിയിൽ നല്ല കാമ്പുണ്ട്. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് മിക്സാക്കി വെക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ അരച്ചതൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി. ഇനി ഞാനിതിലേക്ക് ഒരു പിടിയോളം ഉഴുന്ന്, വളരെ കുറച്ച് ഉലുവ, കടുക്, ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്ത് നമ്മളിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി,
വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്ത നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഒഴിക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ഒരച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി മധുരം ആവാൻ പാടില്ല, ചെറിയൊരു പുളിയും മധുരവും കൂടെ വേണം. ഇനി നമ്മളിതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അധികം അങ്ങോട്ട് വറ്റിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല പോലെ അങ്ങ് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും മതി. നമുക്ക് ഒരു ഒഴിച്ച് കറിയായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മാങ്ങ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ നല്ല പോലെ അങ്ങ് വറ്റി വന്നിട്ടില്ല. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് 1 ടേബിൾ സ്പൂണ് ഒന്നെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.